ஆட்டம் ஆரம்பிச்சிருச்சு. ശങ്കർ ഫിലിം ഇന്ത്യൻ 2 അതുപോലൊരു അലവലാതി പടം ഇടക്കാലത്തൊന്നും കണ്ടിട്ടില്ല. ആ പടം കുറച്ച് ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ടാ തോന്നിയത്. ഇതൊക്കെ ഒരു സിനിമ എന്ന് പറഞ്ഞ് എടുത്തവന്റെ അവന്റെ മൂക്കിലോട് ആദ്യം ഇടിക്കുക വേണമെങ്കിൽ. என்ன சார் ശങ്കർ സാർ പണി വെച്ചിരിക്കുന്ന സാർ സീറോ ടോളറൻസ് ടോളറേറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. നമുക്ക് മണിക്കൂർ അവന്റെ പടം ഞാൻ ആദ്യമേ ഇറങ്ങി പോയിരുന്നാണ്, പിന്നെ പൈസ കൊടുത്തില്ല. എന്തുവാ തിയേറ്ററിൽ കുറച്ച് കുതിരകൾ ഓടിക്കളിക്കുമായിരുന്നില്ലേ? എന്നാലും എന്റെ കൊച്ചെ എന്നോട് ഈ കൊലച്ചത് ഈ ഒന്നും കരുതിയില്ല. നമ്മളെ ടോളറേറ്റ് ചെയ്യാൻ. അയ്യോ ഓർമ്മിക്കല്ലേ, എന്തോ ഇമോഷണൽ സീൻസ് ഒക്കെ കിടന്ന് ചിരിക്കുകയായിരുന്നു. എന്റെ സൈഡിൽ നിന്ന് ചേട്ടന്മാരൊക്കെ ഭയങ്കര ചിരിയായിരുന്നു. ഒട്ടും പോരാ, വൻവധം. ശങ്കറിന്റെ കയ്യിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ലേ. ഇപ്പൊ ഇന്ത്യൻ വളർന്നൊരു കിടലം പടത്തിനെടുത്ത് ഇല്ലാതാക്കി കളഞ്ഞ. എന്താണ് ഏറ്റവും നെഗറ്റീവ്? ലാഗാണോ അതോ കഥയില്ലാത്തതാണോ? എന്താണ്? കഥയില്ല, പെർഫോമൻസ് ഇല്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ നേരെയില്ല, സ്ക്രീൻ പ്ലേ ഇല്ല, ഒന്നുമില്ല പടത്തിൽ. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്റെ അമ്മോ എ ക്ലാസ് ക്രിഞ്ച്. 3 മണിക്കൂറിൽ 1 മിനിറ്റ് സീൻ പോലും കൊള്ളാന്ന് പറയില്ല. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെയധികം മോശം. ഒരു ത്രില്ലർ സിനിമയായിട്ടും ബ്രോ ചിരിച്ചാണ്. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ആ സീഡിയിൽ டாம் அண்ட் ஜெரி ஆட்டம் ஆரம்பிச்சிருச்சு.